ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമുണ്ടായത് കോഴിക്കോട് പേരാമ്പ്രയാണ്. പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഇത്തവണ മുസ്ലിം ലീഗ് അടക്കമുള്ള UDFിൻ്റെ ഘടകകക്ഷികൾ വലിയ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അതേസമയം അത്തരം മണ്ഡലങ്ങളിൽ LDFും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ UDFിൻ്റെ സാധ്യതകളെന്ത്, മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് ജില്ലയിലെ സാധ്യതകളെന്ത് തുടങ്ങിയ വിശദീകരിക്കാൻ മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിലുണ്ട്. ഇസ്മായിൽ, എന്താണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടപ്പോൾ 9 ഇടത്ത് ശക്തമായ പോരാട്ടമെന്ന് അങ്ങ് പറയുന്നു, മറ്റിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതേ DCCയുടെ മുറ്റത്ത് നിന്നാണ് ത്രിതല പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ അടുത്ത ടാർഗറ്റ് 13 ഔട്ട് ഓഫ് 13 എന്നാണ്. തീർച്ചയായിട്ടും ജില്ലയിലുടനീളം ഞങ്ങൾ ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിച്ച് നടത്തിയതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് എല്ലാ ഫീൽഡ് തലങ്ങളിലും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ 9 സീറ്റ് ഒപ്പം തന്നെ ബാക്കിയുള്ള 4 സീറ്റുകൾ ടഫ് ഫൈറ്റാണ്. 13 സീറ്റുകളിലും UDFിന് ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുണ്ട്. ഇപ്പോൾ UDF യോഗം ജില്ലാതല യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിട്ടുള്ളൊരു വികാരം ഇങ്ങനെ തന്നെയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും 10 വർഷത്തെ ഒരു ഭരണത്തിൻ്റെ ഒരു ആൻറ്റി ഇൻക്യുംബൻസി നന്നായിട്ടുണ്ട്. ദുർഭരണം, അഴിമതി, ഈ തലങ്ങളിലൊക്കെ. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള വലിയ അപജയങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇനിയും ഈ ഗവൺമെൻറ് തുടർന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പരാജയം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന ശുദ്ധ ഇടതുപക്ഷം UDFിനെ പിന്തുണക്കും. പിന്നെ ടീം UDF എന്നുള്ളത് ഒരു വെറുതെ പ്രയോഗിച്ചതല്ല, മറിച്ച് UDFിൽ ഉണ്ടായിട്ടുള്ള വലിയ ഐക്യം സംസ്ഥാനത്തുടനീളം UDFിനെ നയിച്ചിട്ടുള്ള നേതാക്കന്മാർ കോഴിക്കോട് ജില്ലയിൽ അത് കുറേ കൂടി ഭംഗിയായിട്ട്, കാരണം അവർ കോഴിക്കോട് എന്നുള്ളത് സംസ്ഥാന UDFിൻ്റെ നേതാക്കന്മാർ, മുസ്ലിം ലീഗ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ വളരെ ശ്രദ്ധാപൂർവം ഈ കോഴിക്കോടിനെ കണ്ടിട്ടുണ്ട്. കാരണം കോഴിക്കോടായിരിക്കും ഐക്യജനാധിപത്യ മുന്നണി ഭരണം തിരിച്ചു പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും നല്ല ശ്രദ്ധ തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരിലും പ്രവർത്തകന്മാരിലും വലിയ ആവേശമുണ്ടാക്കി. ആ ആവേശം കൃത്യമായിട്ട് വിജയത്തിലേക്ക് നയിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോഴും ഈ 13 ഒരു UDFിൻ്റെ ഒരു അമിത ആത്മവിശ്വാസമൊക്കെ അല്ലേ? അല്ല, അമിത ആത്മവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് ഓൾറെഡി സെറ്റിൽഡാണ് വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ. അത് ഡിപ്പെൻസാണ്. അതായത് വിജയം ഓരോ നിയോജക മണ്ഡലത്തിലും ഡിപ്പെൻസാണ്. അത് ഓരോ ഘടകങ്ങൾ, ചില സ്ഥലത്ത് സ്ഥാനാർത്ഥികളാകാം, ചില സ്ഥലങ്ങളിൽ ഇടതുപക്ഷം പ്രയോഗിച്ച വളരെ മോശമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാവാം. അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഫീൽഡ് ചെയ്ത ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ, അവർക്കൊരു ശതമാനം വോട്ടുണ്ട്. വേറെ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്, ഒരു ലേമൻ ഈ ഇലക്ഷനെ സമീപിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 10 വർഷം അവർ ഭരിച്ചുവല്ലോ അല്ലേ, എന്നാൽ പിന്നെ ഒരു തിരുത്ത് ആവശ്യമാണെന്നുള്ള അങ്ങനെയുണ്ട്. ഒരു തിരുത്താവട്ടെ എന്നുള്ള ഒരു ലേമൻ പ്രയോഗമുണ്ട്. അതൊക്കെ ഇത് തിരഞ്ഞെടുപ്പിൽ വിജയമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കും. ഈ പറഞ്ഞ പോലെ ഈ ചില പ്രചരണങ്ങൾ അത് ഒരു വലിയൊരു വോട്ടിനെ സ്വാധീനിക്കുമെന്ന് പറയുന്നു. പേരാമ്പ്രയിലാണല്ലോ വർഗീയ പ്രചരണം കൂടുതലായി ശക്തമായത്. അത് ആ വർഗീയ പ്രചരണം ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകും? വർഗീയ പ്രചരണം ഞാൻ അത് നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. തുടർന്ന് അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ ഇന്ത്യയിലും കേരളത്തിലും വർഗീയ പ്രചരണങ്ങൾക്ക് വശംവദരാകുന്ന വോട്ടേഴ്സ് ഉണ്ടാകാം, അതിനെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ BJP ഇങ്ങനെ വന്നത്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കൃത്യമായി ഹെയ്റ്റ് സ്പീച്ച്, നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും UPയിലെ മുഖ്യമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഹെയ്റ്റ് സ്പീച്ച് നടത്തിയിട്ടുള്ള ആളുകൾ. പക്ഷേ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ശുദ്ധമായിട്ടുള്ള അസംബന്ധങ്ങൾ ഇവർ നടത്തിയിട്ട് പോലും 200-ലെത്താനേ BJP കഴിഞ്ഞിട്ടുള്ളൂ. കാരണം പുതിയ ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് പേരാമ്പ്ര നിങ്ങൾ കണക്കൂട്ടികൾ ഒരു വലിയ നിമിത്തമായിരിക്കും. ജൻസി വോട്ടുകൾ ഞങ്ങളുടെ UDFിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തൈലിയെ തുണക്കും. പിന്നെ ആ കൗമിലെ കുട്ടി എന്നുള്ള പ്രയോഗം CPMന് അഡ്വൈസായിട്ട് ഫലിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഘട്ടം എവിടെ എത്തി? അത് ഓൾറെഡി പിന്നെ പോലീസിലൊരു കേസുണ്ട്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി SPയിലേക്ക് പോവുകയാണ്. തുടർന്ന് ഞങ്ങൾ പിന്നെ കോടതിയിൽ പോയി വിഷയമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ അഡ്വക്കേറ്റ് ഫാത്തിമ തൈലിക്കെതിരെ അവർ വോട്ട് ചോദിച്ചു എന്ന്, പിന്നെ മതം പറഞ്ഞ് വോട്ട് ചോദിച്ചു എന്ന് പറയുന്ന
3 പരാതികളുണ്ട്. ആ പരാതിക്കെതിരെ ഡിഫമേഷൻ കേസ് സൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത്ര ഇതാണ്. അതിൻ്റെ കൂടെ ഉള്ളത് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ട്രഷററാണ് സൂപ്പി നരിക്കാട്ടേരി. ഈ ഏറ്റവും അവസാനമായിട്ട് ഈ ലീഗ് മത്സരിച്ച എല്ലാ സീറ്റുകളിലെയും ഒരു ഭൂരിപക്ഷം എങ്ങനെയായിരിക്കും? 13-13 എന്ന് പറഞ്ഞു. ഭൂരിപക്ഷം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷം പറഞ്ഞാൽ ചില ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ചില സീറ്റുകളിൽ 10ൻ്റെ മുകളിലുണ്ടാകും, 15-ന് മുകളിലുള്ള സീറ്റുകളുണ്ടാകും. അതൊരു 3000-ന് മുകളിൽ വരുന്ന ഇതിൽ ജയിക്കും. ചിലത് 1000-ന് മുകളിലായിരിക്കും. ഉറപ്പാണത്, അത് ഉറപ്പാണ്. നിങ്ങളോട് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്താണ് ഞങ്ങൾ 13-13 ആദ്യം പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ആദ്യമായി കേരള തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന UDFൻ്റെ യോഗത്തിന് ശേഷമാണ് കേരള വിഷൻ ന്യൂസിനോടാണ് TT ഇസ്മായിലും K പ്രവീൺകുമാറും 13-13 എന്ന ലക്ഷ്യം പറഞ്ഞത്. ഇപ്പോഴും അവരതേ ആത്മവിശ്വാസത്തിൽ തന്നെ നിൽക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് TKയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.